ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് അതുപോലെ തന്നെ ആക്സസറീസ് എന്നിവയെ പറ്റി ഇടുന്നത് വീഡിയോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് നോക്കുക. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കും. സോ ആ ഒരു പേജ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. സോ വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നത് iPhone 15 Pro ആണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നു. എൻ്റെ കേസിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ജസ്റ്റ് കോൾ പർപ്പസും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമല്ല, ഒരു വർക്ക് ടൂൾ കൂടിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. സോ അതുമായി ബന്ധപ്പെട്ട് ക്ലയൻസിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ ഷൂട്ട്, അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ട്, പിന്നെ വീഡിയോ എഡിറ്റിംഗ്, അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഫോണിലാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ട്രേഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ട് മൊബൈൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതാണ്. സോ അങ്ങനെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യുന്നത് ഈ ഒരു മൊബൈൽ വഴി തന്നെയാണ്. സോ എൻ്റെ കേസിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വർക്ക് ടൂൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ എന്ന രീതിയിലാണ് ഈ ഒരു ഫോൺ ഞാൻ ഓപ്റ്റ് ചെയ്തത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിചാരിച്ച പോലെ നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് ആണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ കംപ്ലൈൻറ്റ് പറയാനായിട്ട് പറ്റില്ലെങ്കിലും മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മറ്റു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി ബാക്കപ്പ് കുറവാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഇത് സപ്പോർട്ട് ചെയ്യുന്നത് 25 വാട്ട് മാത്രമാണ്. അത് രണ്ടുമാണ് എനിക്ക് പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ള പോരായ്മകൾ. പിന്നെ ഈ ഒരു ഫോൺ ഞാൻ എടുത്തത് പുതിയ ഫോണല്ല, ഞാൻ ജസ്റ്റ് യൂസ്ഡ് ഫോൺ പർച്ചേസ് ചെയ്തതാണ്. അത് 2 മാസം പഴക്കമുള്ളൊരു ഫോണായിരുന്നു. പർച്ചേസ് ചെയ്തപ്പോൾ ഞാൻ 96,000 രൂപക്കാണ് പർച്ചേസ് ചെയ്തത്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്രഷിന് വില എന്ന് പറയുന്നത് 1,30,000 ഉണ്ടായിരുന്നു. സോ 2 മാസം ഓൾഡ് ആണെങ്കിൽ എനിക്ക് അത്രയും ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ 3 ഐഫോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 ഈ രീതിയിൽ ഞാൻ പുതിയതല്ല എടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞ രീതിയിൽ 1-2 മാസം യൂസ് ചെയ്ത ഫോണാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് മുമ്പ് iPhone 13 ആയിരുന്നു. അതും ഈ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് യൂസ്ഡ് ഫോണായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാനായിട്ട് പറ്റി. എൻ്റെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് iPhone 10 ആയിരുന്നു. അതും വന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ജസ്റ്റ് 2 മാസം യൂസ് ചെയ്തൊരു ഫോണായിരുന്നു. സോ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അണ്ടർ വാറണ്ടിയിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. സോ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഐഫോണുകളും ആ രീതിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഐഫോണിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ആൻഡ്രോയിഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. S7 Edge ആയിരുന്നു ഐഫോണിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സ്റ്റിൽ വർക്കിംഗ് ആണ്. ഫോൺ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, S7 Edge. പിന്നെ അതിന് മുമ്പ് ഗാലക്സി സീരീസ്, ഗാലക്സി Y എന്തോ ആയിരുന്നു എൻ്റെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ഫോണിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഐഫോണിലേക്ക് 2018 എന്തോ വരുന്നത്. അതിനുശേഷം പിന്നീട് തിരിച്ചു പോകാനായിട്ട് പറ്റിയില്ല. പല തവണ ഞാൻ ട്രൈ ചെയ്തു. 1-2 ആൻഡ്രോയിഡ് ഫോണൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കി. 1-2 ദിവസം ഉപയോഗിക്കും, എന്നാൽ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരിച്ചു പോകുക ഇതുവരെ സാധ്യമായിട്ടില്ല. സ്റ്റിൽ ഐഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പും ആപ്പിളിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് MacBook Pro M2 വെർഷനാണ്. ഞാൻ 2023 ഡിസംബറിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അന്ന് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 1,20,000 രൂപക്കാണ് പർച്ചേസ് ചെയ്തത്. അത് ഞാൻ ഫ്രഷാണ് എടുത്തത്. ഇതിന് മുമ്പ് ഞാൻ MacBook Pro ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് 2018 പർച്ചേസ് ചെയ്തത്. 2018 മുതൽ 2023 വരെ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അപ്ഗ്രേഡ് എന്ന രീതിയിൽ ഞാൻ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അന്ന് ആ ഒരു MacBook Pro എടുത്തപ്പോഴും അതും ഞാൻ പുതിയതാണ് എടുത്തത്. പക്ഷേ കാർഡ് ഓഫേഴ്സൊക്കെ ഉള്ള ഒരു സെയിൽ നടക്കുന്ന സമയത്താണ് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഡിസ്കൗണ്ട് പ്രൈസിൽ വാങ്ങാനായിട്ട് പറ്റിയിരുന്നു. ഈ ഒരു 2023 പർച്ചേസ് ചെയ്തപ്പോഴും എനിക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെയാണ് വാങ്ങാനായിട്ട് സാധിച്ചത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന TWS, അതും ആപ്പിളിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ്. ആപ്പിൾ എയർപോഡ് 2nd ജനറേഷനാണ്. അത് ഞാൻ സെക്കൻഡാണ് എടുത്തത്. ഈ പറഞ്ഞ രീതിയിൽ 2 മാസം യൂസ് ചെയ്തൊരു ഡിവൈസ് ആയിരുന്നു. 15,000 രൂപക്ക് എന്തോ ആണെന്ന് പർച്ചേസ് ചെയ്തത്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ആപ്പിളിൻ്റെ എയർപോഡ് യൂസ് ചെയ്തിരുന്നു. അത് നോർമൽ ആയിരുന്നു, പ്രോ വേരിയൻ്റ് ആയിരുന്നില്ല. അത് 2019 പർച്ചേസ് ചെയ്തു. അത് കംപ്ലൈൻ്റ് ആയി. അതിനുശേഷം 2022 ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എയർപോഡ് പ്രോ 2nd ജനറേഷൻ പർച്ചേസ് ചെയ്തത്. ആപ്പിളിൻ്റെ എക്കോസിസ്റ്റത്തിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്, നല്ല കൺവീനിയൻ്റ് ആണ്. ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു പ്രൊഡക്റ്റിലും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാപ്ടോപ്പ് ബാക്ക് പാക്ക് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് MAയുടെ ഒരു 21 ലിറ്റർ ലാപ്ടോപ്പ് ബാക്ക് പാക്ക് ആണ്. 800 രൂപയ്ക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു 3 ദിവസത്തെ ട്രിപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നല്ല യൂസ്ഫുൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല കുറേയധികം കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ബാക്ക് പാക്ക് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. ഞാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ക്യാമറ ആണ്. ഞാൻ വീഡിയോ
ഷൂട്ട് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് ക്യാനോണിൻ്റെ 200D Mark II ആണ്. അത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് 2019 അന്ന് വാങ്ങുമ്പോൾ 47,500 രൂപയായിരുന്നു വില. ഞാനൊരു വീഡിയോ പ്രൊഡക്ഷനിലൊന്നും പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻസോ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും വിടും ആ രീതിയിലാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ബാക്ക് എൻഡിൽ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ലൈറ്റിംഗ് പോലും ഇല്ല. ജസ്റ്റ് ഒരു റിംഗ് ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ലൊരു ക്യാമറ അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റിംഗ് സെറ്റപ്പിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോൾ വീഡിയോഗ്രാഫിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ വീഡിയോഗ്രാഫിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും ക്യാമറ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈറ്റ് സെറ്റപ്പും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ക്യാനോണിൻ്റെ 200D Mark II ആണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് പറയുന്നത് റോഡിൻ്റെ വയർലെസ് ഗോ 2 ആണ്. ഞാൻ വാങ്ങിയത് 27,500 രൂപക്കാണ്. 2023 മെയ്യിലാണ് വാങ്ങിയത്. ഇപ്പോൾ 2 വർഷം ആകുന്നു. ഓക്കെ ആണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് DJI ഒക്കെ മൈക്ക് മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡ് മൈക്ക് തന്നെയാണ് ഈ ഒരു നമ്മുടെ ഒരു റോഡ് വയർലെസ് ഗോ 2 എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് കാർഡ് റീഡറാണ്. ഇപ്പോൾ മാക്ബുക്ക് USB-C ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കാർഡ് റീഡർ വേണം. ഞാൻ ഫിലിപ്സിൻ്റെ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് പർച്ചേസ് ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. അന്ന് ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം 1,800 രൂപയോളമായിരുന്നു. ഇപ്പോൾ നിലവിലും ആ ഒരു പ്രൈസ് പോയിന്റിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കാർഡ് റീഡറാണ്. 600-700 രൂപയ്ക്കൊക്കെ നമുക്ക് കാർഡ് റീഡർ കിട്ടും. പക്ഷേ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കംപ്ലൈൻറ്റ് ആയി പോകും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഉപയോഗിച്ച് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് കുറേ ചെറിയ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയപ്പോൾ ഒരു 1,800 രൂപ മുടക്കി ഒരു ഫിലിപ്സിനെ തന്നെ വാങ്ങിയത്. അത് ഓക്കെയാണ്. ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 8 ആണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സെക്കൻഡാണ് വാങ്ങിയത്. ഈ പറഞ്ഞ രീതിയിൽ 2 മാസം എന്തോ ഓൾഡ് ആയിട്ടുള്ളൊരു അണ്ടർ വാറണ്ടിയിലുള്ളൊരു വാച്ചായിരുന്നു. അന്ന് വാങ്ങിയപ്പോൾ 24,000 രൂപ എന്തോ മുടക്കിയാണ് ഞാൻ വാങ്ങിയത്. ഇതിനു മുമ്പ് ഞാൻ ആപ്പിൾ വാച്ച് തന്നെയാണ് യൂസ് ചെയ്തത്. സീരീസ് 6 അതുപോലെ തന്നെ സീരീസ് SC ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിൾ വാച്ച് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പർച്ചേസ് ചെയ്തതാണ്. പ്രത്യേകിച്ച് യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വാങ്ങിയ ഗാഡ്ജറ്റുകളിൽ ഉപയോഗമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുറ്റബോധം തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ആ ഒരു ഐപാഡ് ഉണ്ട്. ഐപാഡ് മിനിയാണ് ഉപയോഗിക്കുന്നത്. മിനി 7 എന്തോ. അതും ആഗ്രഹത്തിൻ്റെ പുറത്ത് പർച്ചേസ് ചെയ്തതാണ്. 2020 പർച്ചേസ് ചെയ്തത്. 33,900 രൂപക്കാണ് അന്ന് ഞാൻ അത് വാങ്ങിയത്. അത് സ്റ്റിൽ യൂസിങ് ആണ്. സ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് ആ ഒരു ഡിവൈസിലാണ്. പിന്നെ ചില സമയത്തൊക്കെ ട്രേഡിങ്ങിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഐപാഡ് മിനി യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്റ്റിൽ പെർഫോമിംഗ് ആണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വാലറ്റിനെ പറ്റി നമ്മൾ ഇതിന് മുമ്പ് ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ടാൻവുഡിൻ്റെ ഒരു ലെതർ വാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. സ്റ്റിൽ ആ ഒരു വാലറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റ് പവർ ബാങ്ക് ആണ്. ഇപ്പോൾ നിലവിലെ പവർ ബാങ്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ലാപ്ടോപ്പ് തന്നെയാണ് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വാച്ചാണെങ്കിലും എയർപോഡ് ആണെങ്കിലും എൻ്റെ മൊബൈൽ ഫോൺ ആണെങ്കിലും ഒക്കെ ചാർജ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന പവർ ബാങ്ക് എന്ന് പറയുന്നത് റിയൽമിയുടെ ഒരു പവർ ബാങ്ക് ആണ്. 1,500 രൂപക്കാണ് പർച്ചേസ് ചെയ്തത്. 2021 പർച്ചേസ് ചെയ്യുന്നത്. സ്റ്റിൽ വർക്കിംഗ് ആണ്. പക്ഷേ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് ബൾജായിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ കൊണ്ടുപോയിട്ട് അത് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ വർക്കിംഗ് ആണ്. അപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ പവർ ബാങ്ക് എന്ന് പറയുന്നത് റിയൽമിയുടെ ഈ ഒരു മോഡലാണ്. പിന്നെ ഉപയോഗിക്കുന്ന SSD എന്ന് പറയുന്നത് എനിക്കൊരു SSD ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കും ഉണ്ട്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്ന സീഗേറ്റിൻ്റെ ആണ്. അത് ഞാൻ 2017 പർച്ചേസ് ചെയ്തതാണ്. സ്റ്റിൽ വർക്കിംഗ് ആണ്. പക്ഷേ സ്പീഡും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ചില സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ട് അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ വന്നപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഒരു SSD പർച്ചേസ് ചെയ്തു. SSD ഞാൻ സാൻഡിസ്കിൻ്റെയാണ് പർച്ചേസ് ചെയ്തത്. 1000 MBPSൻ്റെ ഒരു 1 TB മോഡലാണ്. വാങ്ങിയപ്പോൾ ഏകദേശം 10,999 രൂപയാണ് പ്രൈസ്. കാർഡ് ഓഫർ വെച്ച് ഒരു 8,000 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിരുന്നു. സോ അത് രണ്ടുമാണ് ഞാൻ എക്സ്റ്റേണൽ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ആക്സസറി എന്ന് പറയുന്നത് ഒരു ഗാഡ്ജറ്റ് ഓർഗനൈസർ ആണ്. ഈ കാണുന്നതാണ് ഓർഗനൈസർ. നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും മറ്റു കേബിൾസ് ആണെങ്കിലും മറ്റ് ചെറിയ ഗാഡ്ജറ്റൊക്കെ ആണെങ്കിലും നമുക്ക് അത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ആക്സസറി ഉപയോഗിക്കാം. ഒരു ഗാഡ്ജറ്റ് ഓർഗനൈസർ ഏകദേശം 700 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തതാണ്. ഞാൻ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ മറ്റു ആക്സസറീസും. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി